കർണാടകയിലെ ഷിരൂരിൽ ഇന്ന് അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള മത്സ്യത്തൊഴിലാളി വിദഗ്ധരാണ് ഇന്ന് തെരച്ചിൽ പുനരാരംഭിച്ചത്. ഈ തിരച്ചിലിൽ ഇപ്പോൾ ലോറിയുടേതെന്ന് കരുതുന്ന ജാക്കി ലിവർ ലഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. സന്തോഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സന്തോഷ്, അർജുൻ്റെ ലോറിയുടേതാണ് എന്ന് ഉറപ്പിക്കാൻ തരത്തിലുള്ള ഒരു തെളിവാണോ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്? തീർച്ചയായും വിനിഷ, ഇപ്പോൾ ഈ ലോറി ഉടമ മനാഫ് പറയുന്നത് ഇത് ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്കി തന്നെയാണ് എന്നുള്ള കാര്യമാണ്. 80% ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മനാഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈശ്വർ മാൽപ്പെ മുങ്ങി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. അതിപ്പോൾ കരയിലെത്തിച്ച് പരിശോധന നടത്തുകയാണ്. ഈ മനാഫ് ഇവിടെ തന്നെയുണ്ട്. മനാഫ് പറഞ്ഞത് ഇത് ലോറിയുടെ ജാക്കി തന്നെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം മാത്രമേ വേണ്ടതുള്ളൂ. പക്ഷേ മനാഫിനറിയാം, മനാഫിന്റെ വാഹനമാണ്. ഇതുപോലെ ഭാരത് ബെൻസിന്റെ വേറെയും വാഹനങ്ങൾ മനാഫിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയാണ് ഇത്. വാഹനം ടയറൊക്കെ പഞ്ചറാവുന്ന സമയത്ത് വാഹനം ഉയർത്താനായി, ട്രക്ക് ഉയർത്താനായി ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്കിയാണ് എന്നുള്ള കാര്യം മനാഫ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഈ തിരച്ചിലിന്റെ ഭാഗമായി ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇതുവരെയും വാഹനത്തിന്റെ ഒരു ഭാഗങ്ങളും ഇത്രയും ദിവസങ്ങൾ നടത്തിയിട്ടുള്ള തിരച്ചിലിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈഡ്രോളിക് ജാക്കി, വാഹനത്തിന്റെ ഒരു ഭാഗം കണ്ടെത്താൻ കഴിയുന്നത്. അത് വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. ഉച്ചക്കാണ് MLA ഉൾപ്പെടെ ഉള്ള ആളുകൾ അവിടേക്ക് എത്തുകയും അതിനുശേഷമാണ് തിരച്ചിലിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിലധികമായി ഈശ്വർ മാൽപ്പയെ പുഴയിൽ മുങ്ങിയുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു ഹൈഡ്രോളിക് ജാക്കി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ദിനിഷ, സന്തോഷ്, നേരത്തെ പരിശോധന നടത്തിയ സ്ഥലത്ത് തന്നെ വെച്ചാണോ ഇത്തരത്തിൽ ഒരു ജാക്കി ലിവറിന്റെ ഭാഗം നമുക്ക് ലഭിച്ചിരിക്കുന്നത്? കാരണം നേരത്തെ ഈ പ്രദേശത്ത് കുത്തൊഴുക്കൊക്കെ ആയതിനാൽ അവിടെ കൂടുതലായി പരിശോധന നടത്താനോ ആഴത്തിൽ മുങ്ങി പരിശോധിക്കാനോ സീറോ വിസിബിലിറ്റി ആയിരിക്കുന്ന സമയത്താണ് തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. ഇന്ന് കുത്തൊഴുക്ക് ക്രമേണ കുറയുകയും 2 നോട്ട്സ് മാത്രമാണ് ഈ ഗംഗാവലി പുഴയിലെ നിലവിലെ കുത്തൊഴുക്ക് എന്നാണ് അല്പസമയം മുമ്പ് കാർവാർ MLA മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം. അതേ സ്ഥലത്ത്, അതായത് നേരത്തെ 6 പ്രാവശ്യം മുങ്ങി തപ്പി അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണോ ജാക്കി ലഭിച്ചത്? തീർച്ചയായും നേരത്തെ ഇപ്പോൾ പരിശോധന നടത്തിയത്, അതായത് ഈ അർജുന്റെ വാഹനമുണ്ട് എന്ന് സംശയിക്കുന്നതിന് അല്പം താഴെയുള്ള ഭാഗത്തായിരുന്നു ഈശ്വർ മാൽപ്പെ മുങ്ങിയുള്ള പരിശോധന നടത്തിയത്. ആ ഭാഗത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. അത് നദിയിലേക്ക് മധ്യഭാഗത്തല്ല, അതായത് തീരത്തോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണത്. ഏതാണ്ട് ലോറിയുടെ ഭാഗമാണ് എന്നുള്ളത് ഇപ്പോൾ ഇത് കൂടുതൽ ഈ ഒരു ഹൈഡ്രോളിക് ജാക്കി അത് ചെളിയെല്ലാം മാറ്റി അതിന്റെ കളർ തെളിഞ്ഞു വരുന്ന സമയത്ത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ മനാഫ് അത് ഉറപ്പിക്കുന്നുണ്ട്. ഇത് ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്കി തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായി അവിടെ തന്നെ ഏതാണ്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലുമായി ലോറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈശ്വർ മാൽപ്പെ നടത്തിയിട്ടുള്ള ഇപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും അതോടൊപ്പം തന്നെ തെളിഞ്ഞ വെള്ളവും വിസിബിലിറ്റി കൂടുതലുള്ള വെള്ളവും ജലനിരപ്പ് കുറഞ്ഞ സാഹചര്യം, മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു തിരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള. ഈ ഒരു അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും തിരച്ചിൽ ഇപ്പോൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ഭാഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ തിരച്ചിൽ നടത്തി ഈ ലോറി കണ്ടെത്താനുള്ള ശ്രമം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ ഒരു ദൗത്യം ഇന്ന് 2 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ വാഹനത്തിന്റെ ഒരു ഭാഗം കിട്ടിയ ഒരു സാഹചര്യത്തിൽ ഇത് കൂടുതൽ ഈ തിരച്ചിൽ തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയം കൂടി തിരച്ചിൽ നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ദിനിഷ, സന്തോഷ്, നേരത്തെയും ഏകദേശം ഈ സമയമാകുമ്പോൾ അവിടെ തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം ആ ഒരു സ്ഥലത്തെ വെളിച്ചക്കുറവും ഒക്കെ മൂലം തെരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു
സാഹചര്യമായിരുന്നു മുൻപൊക്കെ ഉണ്ടായിരുന്നത്. അതായത് തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ എല്ലാ ദിവസത്തെയും തെരച്ചിൽ ഈ അസ്തമയ സമയത്തേക്ക് നിർത്തിവെച്ചിരുന്നു. ഈ തെരച്ചിൽ വീണ്ടും നാളെ തുടരാനാണ്, അല്ലെങ്കിൽ ഇന്ന് രാത്രിയും ഈ മുങ്ങൽ വിദഗ്ധരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമോ? രാത്രി തിരച്ചിൽ നടത്താനുള്ള സാധ്യതയില്ല. അതേസമയം തന്നെ ഇന്ന് അല്പസമയം കൂടി തിരച്ചിലിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഈ നേരത്തെ തിരച്ചിൽ നടത്തിയ ഘട്ടങ്ങളിലെല്ലാം തന്നെയും ഈ വൈകുന്നേരത്തോടു കൂടി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഷിരൂരിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തിരച്ചിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടുള്ള സജ്ജമായിട്ടല്ല ഇപ്പോൾ ഈ ഈശ്വർ മാൽപേയുടെ സംഘം ഉൾപ്പെടെ ഇവിടെ ഉള്ളത്. കൂടുതൽ ആളുകൾ, ഈ മുങ്ങൽ വിദഗ്ധർ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. 4 പേർ കൂടി ഈ സംഘത്തിൽ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ തന്നെ എത്തേണ്ടതുണ്ട്. അവരെത്തിയതിനു ശേഷം നാളെ ഈ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് നേരെ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോൾ ഇനി തിരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടി കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചുകൊണ്ട് നാളെ ഈ തിരച്ചിൽ തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിനിഷ.